കിഴക്കിന്റെ ചക്രവാളത്തിൽ സിന്ദൂരം കൊണ്ടൊരു വര നേർത്തതായി തെളിഞ്ഞു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രിയുടെ കറുത്ത പുടവ മാറ്റി പ്രഭാതം നീലിച്ച ആകാശത്തെ മെല്ലെ പുൽകിത്തുടങ്ങി. കല്ലടിക്കോട്ട് തറവാടിന്റെ പഴക്കം ചെന്ന ഓടുകൾക്കിടയിൽ തലമുറകളായി കൂടുകൂട്ടിയ പ്രാവുകൾ ഒരു പുതിയ ദിവസത്തെ വരവേൽക്കാൻ വെമ്പുന്നതുപോലെ പതിഞ്ഞ സ്വരത്തിൽ കുറുകി. 8 പതിറ്റാണ്ടിന്റെ മഴയും വെയിലും ഏറ്റുവാങ്ങി എത്രയോ കഥകൾക്കും കാലമാറ്റങ്ങൾക്കും സാക്ഷിയായി നിലകൊണ്ട ആ തറവാട് അതിന്റെ പ്രൗഢമായ നിശബ്ദതയിൽ ആ പുലരിയെ എതിരേറ്റു. അകത്ത് പൂമുഖത്തെ തേക്കുതടിയിൽ തീർത്ത തലമുറകളുടെ കൈപ്പടം തഴുകി മിനുസമായ ചാരുകസേരയിൽ ശാരദാമ്മ കൺതുറന്നു. ഉറക്കമില്ലാതെ നീണ്ട രാവിന്റെ ആലസ്യം കൺപോളകളിൽ ഒരു പാട പോലെ കെട്ടിക്കിടന്നു. ഓരോ രാത്രിയും ഓർമ്മകളുടെ വേലിയേറ്റമായിരുന്നു. ചിലപ്പോൾ സന്തോഷത്തിന്റെ, പലപ്പോഴും നൊമ്പരത്തിന്റെ. എന്നത്തെയും പോലെ കോഴി കൂവും മുൻപേ അവർ ഉണർന്നിരുന്നു. കാലം തെറ്റാതെ ഒരു പ്രാർത്ഥന പോലെ അവർ സൂക്ഷിക്കുന്ന ശീലങ്ങളിൽ ഒന്നായിരുന്നു അത്. ജീവിതം തന്നെ ഓർമ്മകളുടെ ഒരു ശീലമായി മാറിയതുപോലെ. മെല്ലെ എഴുന്നേറ്റപ്പോൾ സന്ധികളിൽ നേർത്തൊരു വേദനയോടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. തണുത്തുറഞ്ഞ കരിങ്കൽ തറയിൽ പാദങ്ങൾ വെച്ച് അവർ പതിയെ നടന്നു. ഓരോ ചുവടിലും ആ പഴയ തറവാട് അവരോടെന്തോ മന്ത്രിക്കുന്നതുപോലെ. തട്ടിൻപുറത്തെ മരത്തടികൾ കാലത്തിന്റെ ഭാരത്താൽ ഞിരങ്ങി. നിലത്തെ കരിങ്കല്ലിന് പതിവിലേറെ തണുപ്പുള്ളതായി തോന്നി. ഓരോ സ്പർശനത്തിലും ഓരോ ശബ്ദത്തിലും ഓർമ്മകൾ കൂടണഞ്ഞിരുന്നു. കിണറ്റിൻകരയിലെ പടവുകൾ ഇറങ്ങുമ്പോൾ പുലർകാലത്തെ തണുത്ത കാറ്റ് വാത്സല്യത്തോടെ അവരെ തലോടി. കരിങ്കല്ലിൽ കെട്ടിയ കിണറിന്റെ ആഴങ്ങളിലേക്ക് നോക്കി ഒരു നിമിഷം നിന്നു. അതിന്റെ ഇരുണ്ട ജലപ്പരപ്പിൽ സ്വന്തം പ്രതിബിംബം അവ്യക്തമായി കണ്ടു. ഒരുപാട് കാലം കൊണ്ട് കൈത്തഴമ്പ് വീണ കയറിൽ പിടിച്ച് വെള്ളം കോരിയെടുത്ത് തലയിലൊഴിക്കുമ്പോൾ ശരീരത്തിനൊപ്പം മനസ്സിനും ഒരു കുളിർമ പടർന്നു. അത് വെറുമൊരു കുളിയായിരുന്നില്ല, രാത്രിയിലെ ചിന്താഭാരങ്ങളെ കഴുകിക്കളയുന്ന ഒരനുഷ്ഠാനം കൂടിയായിരുന്നു അത്. ഈറൻ മാറാതെ തുളസിത്തറയിൽ മണ്ണെണ്ണ വിളക്ക് കൊളുത്തിവച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചുണ്ടിൽ മക്കളുടെ പേരുകളായിരുന്നു. എന്റെ ഗുരുവായൂരാപ്പ, മോഹനും ലക്ഷ്മിക്കും നല്ലത് വരുത്തണേ, എവിടെയായിരുന്നാലും നീ തന്നെ തുണ, അമ്മയുടെ ഓർമ്മ അവർക്കുണ്ടാകണേ. ഭൂജാമുറിയിലെ ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിന്റെയും സമ്മിശ്രഗന്ധം ആ വീടിന്റെ ഓരോ കോണിലും ഒരു വിഷാദത്തിന്റെ നേർത്ത പുക പോലെ പടർന്നു. ഭിത്തിയിൽ തൂക്കിയിട്ട കാലം മായ്ക്കാത്ത ചിരിയുള്ള ചിത്രത്തിലേക്ക് അവർ നോക്കി. രാഘവൻ മാഷിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. നെറ്റിയിലെ ഭസ്മക്കുറിയും കണ്ണുകളിലെ സ്നേഹവും ഇപ്പോഴും ജീവനുള്ളതുപോലെ. മാഷേ, പിള്ളാരെ ഒന്ന് വിളിക്കാൻ പറയണം. അമ്മയ്ക്ക് സുഖമാണോന്നൊരു വാക്ക് ചോദിക്കാൻ പറയണം. വെറുതെ കുറച്ച് പണം അയച്ചാൽ മതിയോന്ന് ചോദിക്കണം. മോഹൻ ഇപ്പോൾ പഴയ പോലെ കൊച്ചുവർത്തമാനം പറയാറില്ല. ലക്ഷ്മിയുടെ ശബ്ദം കേട്ടിട്ട് മാസങ്ങളായി. കൊച്ചുമക്കൾക്ക് മുത്തശ്ശിയെ ഓർമ്മയുണ്ടോ ആവോ? മറുപടിയില്ലാത്ത ആ സംഭാഷണങ്ങൾ അവരുടെ ദിനചര്യയുടെ ഭാഗമായിരുന്നു. ആ ചിത്രത്തിനു മുന്നിലായിരുന്നു അവർ ഹൃദയം തുറന്നത്. നെഞ്ചുപിടയുന്ന സങ്കടങ്ങളും പങ്കുവയ്ക്കാൻ ആളില്ലാത്ത സന്തോഷങ്ങളും അവർ ആ നിശ്ചലമായ കണ്ണുകളോട് പറഞ്ഞു തീർത്തു. ഓരോ തൂണിലും വാതിലിലും ജനലിലും മക്കളുടെ ഓർമ്മകൾ മായാതെ നിന്നു. മോഹൻ ഓടിക്കളിക്കുമ്പോൾ തട്ടിവീണതിന്റെ പാട് ഉമ്മറപ്പടിയിൽ ഇപ്പോഴുമുണ്ട്. എത്ര തുടച്ചാലും മായാത്തൊരു ഓർമ്മപ്പെടുത്തൽ പോലെ. ലക്ഷ്മി ആദ്യമായി പിച്ചവെച്ച് നടന്നത് ഈ പൂമുഖത്തായിരുന്നു, മാഷിന്റെ വിരൽത്തുമ്പിൽ പിടിച്ച്. അവരുടെ ചിരിയുടെ അലകൾ ഇപ്പോഴും ആ ഭിത്തികളിൽ മാറ്റൊലി കൊള്ളുന്നതായി ശാരദാമ്മയ്ക്ക് തോന്നി. എന്നാൽ ഇപ്പോൾ ആ ഭിത്തികൾക്ക് നിശബ്ദതയുടെ കനത്ത ആവരണം മാത്രം. അടുക്കളയിൽ ചെന്ന് കട്ടൻചായയിട്ട് തിരികെ പൂമുഖത്തെത്തിയപ്പോൾ ഏകാന്തത ഒരു കരിമ്പടം പോലെ വീണ്ടും അവരെ പൊതിഞ്ഞു. ദൂരെ അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന വെങ്കിടേശ സുപ്രഭാതം പോലും ആ ശൂന്യതയെ ഭേദിക്കാൻ പര്യാപ്തമായിരുന്നില്ല. ആ പാട്ട് അവസാനിക്കുമ്പോൾ കാത്തിരിക്കുന്നത് വീണ്ടും അതേ ശൂന്യതയാണെന്ന് അവർക്കറിയാമായിരുന്നു. ചൂടുള്ള ചായ ഗ്ലാസ് കൈകളിൽ ചേർത്ത് പിടിച്ച് ശൂന്യമായ മുറ്റത്തേക്ക് കണ്ണ് നട്ടവരിരുന്നു. ഓരോ പുലരിയും പുതിയ പ്രതീക്ഷയുടേതാണെന്ന് പറയാറുണ്ടെങ്കിലും ശാരദാമ്മയ്ക്ക് അതൊരു ഫോൺ കോളിനായുള്ള, മക്കളുടെ ശബ്ദത്തിനായുള്ള മറ്റൊരു കാത്തിരിപ്പിന്റെ തുടക്കം മാത്രമായിരുന്നു. പടിപ്പുരയിൽ സൈക്കിളിന്റെ ക്രീക്കിട്ട ബെല്ലടി കേട്ടപ്പോഴാണ് ശാരദാമ്മ ചിന്തകളിൽ നിന്നുണർന്നത്. പാൽക്കാരൻ ഗോപനാണ്. എന്നും ആ ശബ്ദമാണ് അവരുടെ ദിവസത്തിന് ജീവനുള്ളൊരു തുടക്കമിടുന്നത്. അമ്മേ, അവൻ നീട്ടി വിളിച്ചു. വരണുണ്ടടാ മോനെ. അവർ മെല്ലെ എഴുന്നേറ്റ് സ്റ്റീൽ പാത്രവുമായി ചെന്നു. പാൽ പാത്രത്തിലേക്ക് ഒഴിക്കുന്നതിനിടയിൽ അവൻ നാട്ടുവർത്തമാനങ്ങളുടെ കെട്ടഴിച്ചു. അപ്പുറത്ത് വീട്ടിലെ സരോജിനിയുടെ മകൾക്ക് കല്യാണം ഉറപ്പിച്ചു. അമേരിക്ക എന്ന ചെക്കൻ അമ്മയെ വിളിക്കാൻ വരും.
അതെയോ, നല്ല കാര്യം. പിള്ളാരൊക്കെ ഒരു കരപറ്റുന്നത് കാണുന്നത് തന്നെ ഒരു സന്തോഷാ. അമ്മയുടെ കാലിന്റെ വേദന കുറവുണ്ടോ? ഇന്നലെ മഴ പെയ്തതല്ലേ, അതാ ചോദിച്ചത്. അവന്റെ ചോദ്യത്തിൽ ആത്മാർത്ഥമായ കരുതൽ നിറഞ്ഞിരുന്നു. കുറവുണ്ട് മോനെ, നിന്റെ അമ്മ തന്ന ആ കുഴമ്പ് നല്ലതാ, അവരൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അവളോട് എന്റെ അന്വേഷണം പറയണം. ഗോപൻ വെറുമൊരു പാൽക്കാരനായിരുന്നില്ല. ശാരദാമ്മയ്ക്ക് അവൻ സ്വന്തം മകനെപ്പോലെയായിരുന്നു. അവന്റെ വീട്ടിലെ വിശേഷങ്ങൾ കേൾക്കാനും അവനൊരു ഉപദേശം കൊടുക്കാനും അവർ എപ്പോഴും സമയം കണ്ടെത്തി. അധികം വൈകാതെ പത്രക്കാരൻ രാമുവിന്റെ സൈക്കിളും എത്തി. അവൻ പത്രം തിണ്ണയിൽ വെച്ചുകൊടുത്തു. അമ്മേ, ഇന്നലെ മന്ത്രി രാജിവെച്ചു, പിന്നെ അമേരിക്കയിൽ എന്തോ കൊടുങ്കാറ്റടിച്ചുവെന്ന്. ലോകം പോണ ഒരു പോക്കേ. അവൻ ലോകകാര്യങ്ങൾ അവർക്കായി ചുരുക്കി. നീ വല്ലതും കഴിച്ചോ രാമോ? അവൻ അവനോട് കുശലം ചോദിച്ചു. ഇരിക്ക്, ഞാനൊരു ഗ്ലാസ് ചായയിട്ട് തരാം. പിന്നീട് വന്നത് പലചരക്ക് കടയിലെ സുകുമാരൻ ചേട്ടനാണ്. തലേദിവസം പറഞ്ഞുകൊടുത്ത സാധനങ്ങളുമായി ഒരു തുണിസഞ്ചിയിൽ അയാൾ വന്നു. ശാരദേച്ചിക്ക് പ്രഷറിന്റെ ഗുളിക തീരാറായോ? ഞാൻ ടൗണിൽ പോകുമ്പോൾ വാങ്ങിക്കൊണ്ടുവരാം. അയാൾ വെറുതെ ചോദിക്കുകയായിരുന്നില്ല, ഓർമ്മപ്പെടുത്തുകയായിരുന്നു. വേണ്ട മോനെ, കുറച്ചുകൂടിയുണ്ട്, തീനുമ്പോൾ ഞാൻ പറയാം. ഈ 3 പേരായിരുന്നു ശാരദാമ്മയുടെ പുറംലോകവുമായുള്ള ബന്ധം. അവരുടെ ശബ്ദവും സാന്നിധ്യവുമാണ് ആ ദിവസങ്ങൾക്കൽത്തമെങ്കിലും ജീവൻ നൽകിയത്. സ്വന്തം രക്തത്തിൽ പിറന്നവർ ദൂരെ മണലാരണ്യങ്ങളിലും മഹാനഗരങ്ങളിലും ജീവിതം തേടുമ്പോൾ ഒരു ബന്ധവുമില്ലാത്ത ഈ മനുഷ്യർ സ്നേഹത്തിന്റെ കരുതലുമായി എന്നും പടിപ്പുര കടന്നെത്തി. ഉച്ചവെയിലിന്റെ സ്വർണ്ണനിഴൽ പടിപ്പുര കടന്ന് പൂമുഖത്തെ തൂണുകളിൽ വീണു തുടങ്ങിയിരുന്നു. കാലപ്പഴക്കത്തിന്റെ തവിട്ട് നിറം പടർന്ന ചാരുകസേരയിൽ ചുളിവുകൾ വീണ പത്രം നിവർത്തിയിരിക്കുകയായിരുന്നു ശാരദാമ്മ. അക്ഷരങ്ങൾ കണ്ണുകളിൽ നിന്ന് വഴുതിപ്പോയിരുന്നു. ഓർമ്മകളായിരുന്നു യഥാർത്ഥത്തിൽ അവർ വായിച്ചുകൊണ്ടിരുന്നത്. ഈ പൂമുഖത്ത് ചിരിച്ചും കളിച്ചും ഓടി നടന്ന ഒരു കുട്ടിയുടെ ഓർമ്മ. അകലെവിടെയോ തിരക്കിന്റെ ലോകത്ത് ജീവിക്കുന്ന മകന്റെ ഓർമ്മ. അപ്പോഴാണ് വീടിന്റെ നിശ്ചലതയെ കീറിമുറിച്ചുകൊണ്ട് പഴയ ലാൻഡ്ലൈൻ ഫോൺ കർക്കശമായി ശബ്ദിച്ചത്. അതൊരു സാധാരണ റിംഗ് ടോൺ ആയിരുന്നില്ല. ശാരദാമ്മയുടെ ഏകാന്തതയുടെ നെഞ്ചിൽ തറച്ച ഒരു അലാറമായിരുന്നു. ഓരോ വിളിയിലും അവരുടെ ഹൃദയം ഒന്നിടറി. ഈടെയായി ഫോൺ ശബ്ദിക്കുന്നത് ഒന്നുകിൽ ഇൻഷുറൻസുകാരോ അല്ലെങ്കിൽ മരണവാർത്ത അറിയിക്കാനോ മാത്രമായിരുന്നു. റിസീവറിനടുത്തേക്ക് നടക്കുമ്പോൾ കാലുകൾക്ക് പതിവില്ലാത്തൊരു വിറയലുണ്ടായിരുന്നു. അപരിചിതമായ നമ്പർ കണ്ടപ്പോൾ നെഞ്ചൊന്നു പിടഞ്ഞു. വിറയ്ക്കുന്ന കൈകളോടെ അവർ റിസീവർ ചെവിയോട് ചേർത്തു. മറുതലയ്ക്കിൽ ഒരു നിമിഷത്തെ നിശബ്ദത. പിന്നെ വർഷങ്ങൾക്കിപ്പുറം കാത്തിരുന്ന ആ ശബ്ദം. അമ്മേ, ഞാനാ, മോഹൻ. ആ ഒരൊറ്റ വിളിയിൽ ശാരദാമ്മയുടെ ലോകം പ്രകാശിച്ചു. വരണ്ടുണങ്ങി അവരുടെ ഹൃദയത്തിൽ ഒരു സ്നേഹമഴ പെയ്തതുപോലെ. കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. മോനെ, എന്റെ കൃഷ്ണ, എന്താടാ ഈ നമ്പറിൽ നിന്ന്? നിനക്ക് സുഖമാണോ? അവിടെ എല്ലാവർക്കും സുഖമാണോ? കുട്ടികളെവിടെ? ലച്ചു എന്തു പറയുന്നു? ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ശ്വാസം മുട്ടി പുറത്തുവന്നു. ശബ്ദം സന്തോഷത്താൽ ഇടറിയിരുന്നു. അതൊക്കെ പിന്നെ പറയാം. ഞാൻ കഴിഞ്ഞ ആഴ്ച അയച്ച പണം കിട്ടിയോ? അത് ബാങ്കിലിട്ടോ? അവന്റെ സംസാരത്തിൽ തിരക്ക് പ്രകടമായിരുന്നു. സ്നേഹപ്രകടനങ്ങൾക്കോ സുഖവിവരങ്ങൾക്കോ സമയമില്ലാത്തതുപോലെ കൃത്യമായ അജണ്ടകളുള്ളൊരു ബിസിനസ് ഇടപാട് പോലെ. അമ്മയുടെ ചോദ്യങ്ങളെല്ലാം ആ ഒരൊറ്റ മറുപടിയിൽ അപ്രസക്തമായി. കിട്ടിമോനെ, ഞാൻ സുകുമാരനോട് പറഞ്ഞ്. അവരുടെ വാചകം പൂർത്തിയാക്കും മുൻപേ അവൻ വീണ്ടും ഇടപെട്ടു. അതൊക്കെ ശരി, ഇനി കുറച്ചുകൂടെ പണം അത്യാവശ്യമായി വേണം. ഇവിടെ ഒരു ബിസിനസ് പ്രശ്നം, അത് ഞാൻ പിന്നീട് വിശദമായി വിളിച്ചു പറയാം. അമ്മ തൽക്കാലം ബാങ്കിൽ പോയി ഒരു 5 ലക്ഷം രൂപ ബിനുവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റ്. അവന്റെ നമ്പർ ഞാൻ മെസ്സേജ് അയക്കാം. പെട്ടെന്ന് വേണം, ഇന്ന് തന്നെ. അവന്റെ വാക്കുകളിലെ അധികാരവും അക്ഷമയും ശാരദാമ്മയുടെ നെഞ്ചിൽ ഒരു ഭാരം കയറ്റിവെച്ചു. അതെന്തിനാ മോനെ പെട്ടെന്ന് ഇത്രയും പണം? എന്താ നിന്റെ പ്രശ്നം? എന്നോട് പറയേ, അമ്മയ്ക്കറിയാലോ. അതൊന്നും അറിയണ്ട. ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. പറയുന്നത് അങ്ങ് ചെയ്താൽ മതി. എനിക്കിവിടെ 1000 ചോദ്യം കേട്ടിരിക്കാൻ സമയമില്ല. ഞാൻ പിന്നെ വിളിക്കാം. ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഫോണിന്റെ മറുതലയ്ക്കിൽ നീണ്ട ബീപ് ശബ്ദം മാത്രം. ആ ശബ്ദം അവരുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. റിസീവർ കയ്യിൽ തന്നെ ഇരുന്ന് തണുത്തുറഞ്ഞു. ശാരദാമ്മയുടെ മുഖത്തു വിരിഞ്ഞ സന്തോഷത്തിന്റെ നേർത്ത വെളിച്ചം പൂർണ്ണമായും മാഞ്ഞുപോയിരുന്നു. മകന്റെ ശബ്ദം കേട്ടതിന്റെ ആശ്വാസത്തേക്കാൾ അവന്റെ വാക്കുകളിലെ തഴുപ്പാണ് അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ തറച്ചത്. പണത്തിന്റെ കണക്കുകൾക്കിടയിൽ അമ്മയ്ക്ക് സുഖമാണോ എന്ന് വെറുതെ ഒരു വാക്ക് ചോദിക്കാൻ അവൻ മറന്നുപോയിരുന്നു. അല്ലെങ്കിൽ ഓർക്കാൻ മിനക്കെട്ടില്ല. അവർ തിരികെ ചാരുകസേരയിൽ വന്നിരുന്നു. കയ്യിൽ നിന്നൂർന്നുപോയ പത്രം കാറ്റിൽ മെല്ലെ മറിഞ്ഞുകൊണ്ടിരുന്നു. ചരമവാർത്തകളുടെ കോളത്തിൽ ആരുടെയൊക്കെയോ പേരുകൾ.
ആ സംഭാഷണത്തിന് ശേഷം അവർ കൂടുതൽ ഒറ്റയ്ക്കായി. അതുവരെ വീടിനുണ്ടായിരുന്നത് ഏകാന്തതയുടെ ഗന്ധമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിന് മരണത്തിന്റെ ഗന്ധം കൂടിയുണ്ടെന്ന് അവർക്ക് തോന്നി. സ്വന്തം പ്രതീക്ഷകളുടെ മരണം. വൈകുന്നേരത്തിന്റെ മ്ലാനതയിൽ ആകാശം ഇരുണ്ടുനിന്നു. മുറ്റത്ത് ചെമ്പകമരത്തിന്റെ ഇലകളിൽ തട്ടി മഴത്തുള്ളികൾ നേർത്ത സംഗീതം പൊഴിച്ചു. പുറത്ത് ചാറ്റൽമഴ ഒരു നനുത്ത പുതപ്പുപോലെ ഭൂമിയെ പൊതിയുമ്പോൾ ശാരദാമ്മ തന്റെ മുറിയിലെ പഴയ തടിപ്പെട്ടിക്കരികിലേക്ക് നടന്നു. കാലപ്പഴക്കത്തിന്റെ ഗന്ധമുള്ള ആ പെട്ടി തുറന്നപ്പോൾ ഉള്ളിൽ ഭദ്രമായി പൊതിഞ്ഞുവെച്ച ഫോട്ടോ ആൽബം അവരുടെ കൈകളിൽ തടഞ്ഞു. വെള്ളിനൂലുകൾ കോർത്തുവെച്ച ആൽബത്തിന്റെ പുറംചട്ടയിലെ പൊടി വിരലുകൊണ്ട് തുടച്ചു നീക്കുമ്പോൾ ഓർമ്മകളുടെ ഒരു ലോകമാണ് അവർ തനിക്കായി തുറക്കുന്നതെന്ന് തോന്നി. ഓരോ താളും ഒരു കാലഘട്ടത്തിലേക്കുള്ള വാതിലായിരുന്നു. ആദ്യത്തെ പേജിൽ തന്നെ രാഘവൻ മാഷുമൊത്തുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കല്യാണ ഫോട്ടോ. നാണം കൊണ്ട് മുഖം കുനിച്ച് പട്ടുസാരിയിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ചെറുപ്പക്കാരിയായ ശാരദ. മാഷിന്റെ മുഖത്ത് അഭിമാനവും സ്നേഹവും നിറഞ്ഞൊരു പുഞ്ചിരിയുണ്ടായിരുന്നു. ആ നോട്ടം ഇന്നും തനിക്ക് ചുറ്റുമുണ്ടെന്ന് വെറുതെ ഓർത്തു. അടുത്ത താളുകൾ മക്കളുടെ ഓർമ്മകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ചോരക്കുഞ്ഞായിരുന്ന മോഹനെ ആദ്യമായി കൈകളിലെടുത്തപ്പോൾ നെഞ്ചിൽ നിറഞ്ഞ ആനന്ദം. ലക്ഷ്മിയുടെ ആദ്യത്തെ കളിചിരികൾ, അവരുടെ കുസൃതികൾ, വാശികൾ എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ. മുൻനിരയിലെ പല്ലുപോയി നിഷ്കളങ്കമായി ചിരിക്കുന്ന ലക്ഷ്മിയുടെ ചിത്രം കണ്ടപ്പോൾ അറിയാതെ അവരുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു. എന്റെ കുറുമ്പി, അവർ പതിയെ മൊഴിഞ്ഞു. താളുകൾ മറിയുന്തോടും തറവാടിന്റെ സന്തോഷദിനങ്ങളുടെ വർണ്ണചിത്രങ്ങൾ തെളിഞ്ഞുവന്നു. ഓണക്കാലത്ത് ബന്ധുക്കളും മക്കളുമെല്ലാമായി വീട് നിറഞ്ഞിരുന്ന നാളുകൾ. മുറ്റം നിറയെ പൂക്കളം, തൂശനിലയിൽ വിളമ്പിയ സദ്യയുടെ മണം, ഊഞ്ഞാലാട്ടത്തിന്റെ ആർപ്പുവിളികൾ. എല്ലാറ്റിനും നടുവിൽ രാഘവൻ മാഷിന്റെ മുഴങ്ങുന്ന ചിരി ഒരു ആഘോഷം പോലെ നിറഞ്ഞു നിന്നിരുന്നു. അന്നത്തെ സന്തോഷങ്ങളെല്ലാം ഇന്നൊരു മങ്ങിയ സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നു. ഇപ്പോൾ ഓണം വരുന്നത് കലണ്ടറിലെ ചുവന്ന അക്കങ്ങളിൽ മാത്രമാണ്. മക്കൾ അയക്കുന്ന പണം ബാങ്കിലെ നിശ്ചലമായ കണക്കുകളിൽ ഉറങ്ങുമ്പോൾ ഈ വലിയ തറവാട്ടിൽ ശാരദാമ്മയുടെ ഏകാന്തതയ്ക്ക് കൂട്ടായി ആരും വരാറില്ല. ഈ സ്നേഹമൊക്കെ എങ്ങോട്ടാ മാഷെ മാഞ്ഞുപോയത്? അവർ ആൽബത്തിലെ ചിത്രത്തിൽ വിരലോടിച്ചുകൊണ്ട് ചോദിച്ചു. മാഷിന്റെ ചിരിക്കുന്ന മുഖത്തിന് ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. ഇന്നീ തറവാടിന്റെ ഓരോ കോണിലും തളം കെട്ടി നിൽക്കുന്ന നിശബ്ദതയ്ക്ക് മരണത്തിന്റെ തണുപ്പുണ്ടെന്ന് അവർക്ക് തോന്നി. ഓരോ ചിത്രവും ഇന്നത്തെ ഏകാന്തതയുടെ ആഴം കൂട്ടുക മാത്രം ചെയ്തു. ഓർമ്മകൾക്ക് ഭാരം കൂടിയപ്പോൾ അവർ ആൽബം മടക്കിവെച്ചു. ഒരു തുള്ളി കണ്ണുനീർ കാലം മായ്ക്കാത്ത ഒരു ചിത്രത്തിനു മുകളിൽ വീണ് ചിതറിപ്പോയി. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ഓർമ്മകളുടെ ഭാരവും പേറി ശാരദാമ്മ കറവാടിന്റെ നിശബ്ദതയിൽ ദിനങ്ങൾ തള്ളി നീക്കി. ഒരു ഉച്ചനേരത്ത് മുറ്റത്തൊരു കാൽപ്പെരുമാറ്റം കേട്ട് അവർ ഉമ്മറത്തേക്ക് നോക്കി. പടിപ്പുര കടന്ന് ചിരപരിചിതമായ ഒരു രൂപം വരുന്നത് കണ്ടപ്പോൾ അവർക്ക് അത്ഭുതമായി. അനിയത്തിയുടെ മകൻ ബിനു. അവന്റെ കയ്യിൽ കടലാസിൽ പൊതിഞ്ഞ എന്തോ ഒന്ന് ഭദ്രമായി ഉണ്ടായിരുന്നു. വല്യമ്മേ! ഇടറാക്കോ ശബ്ദത്തിൽ അവൻ നീട്ടിപിടിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് കയറി വന്നു. അവന്റെ കയ്യിലെ പൊതിയിൽ നിന്ന് ചൂടു പഴംപൊരിയുടെ കൊതിയൂറുന്ന മണം ആ അന്തരീക്ഷത്തിൽ നിറഞ്ഞു. അവന്റെ അപ്രതീക്ഷിത വരവ് ശാരദാമ്മയുടെ വരണ്ട മനസ്സിൽ ഒരു സന്തോഷത്തിന്റെ നീരുറവ് പൊടിച്ചു. അവൻ ഓടിച്ചെന്ന് അവരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. എന്താ മോനെ ഈ വഴിക്ക്, ഒരു മുന്നറിയിപ്പുമില്ലാതെ? അവർ വാത്സല്യത്തോടെ ചോദിച്ചു. വല്യമ്മയെ കാണാൻ വല്ലാതെ തോന്നി. അപ്പോൾ തന്നെ ഇറങ്ങി. ദുബായിലുള്ള മോഹനേട്ടനും ലക്ഷ്മി ചേച്ചിക്കുമൊക്കെ വീഡിയോ കോളിൽ കാണാമല്ലോ. നമ്മൾ അടുത്തുള്ളവർ ഓടിവരികയല്ലേ വേണ്ടത്? അവന്റെ വാക്കുകളിൽ തേൻ പുരട്ടിയിരുന്നു. അവൻ അവരുടെ കാലുകൾ പതുക്കെ തടവിക്കൊടുത്തു. അവന്റെ സ്നേഹപ്രകടനത്തിൽ ശാരദാമ്മയുടെ ഉള്ള് നിറഞ്ഞു. വിശേഷങ്ങൾ പറയുന്നതിനിടയിൽ അവൻ പുതിയ ബിസിനസ് പദ്ധതികളെക്കുറിച്ച് വാചാലനായി. അവന്റെ കണ്ണുകളിൽ വലിയ സ്വപ്നങ്ങളുടെ തിളക്കമുണ്ടായിരുന്നു. സംഭാഷണത്തിനിടയിൽ അവൻ തന്ത്രപൂർവ്വം വിഷയത്തിലേക്ക് കടന്നു. വല്യമ്മ വിചാരിച്ചാൽ എനിക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റോ? കുറച്ച് പണം വേണം. മോഹനേട്ടനോട് ചോദിച്ചിട്ട് കാര്യമില്ല. പുള്ളിക്കിതൊന്നും മനസ്സിലാവില്ല. വല്യമ്മയാണ് എൻ്റെ ഒരേ ഒരു ആശ്രയം. വല്യമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടുപോകും. ആവശ്യം കേട്ടതോടെ ശാരദാമ്മയുടെ മുഖം വാടി. മുൻപ് പലതവണ ബിസിനസ്സിനെന്നും പറഞ്ഞ് അവൻ വൻ തുകകൾ വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം ദൂർത്തടിച്ച് നശിപ്പിക്കുകയായിരുന്നു ഫലം. രാഘവൻ മാഷി ജീവിച്ചിരുന്നപ്പോൾ കർശനമായി പറഞ്ഞിരുന്നത് അവർ ഓർത്തു. അവനെ വീട്ടിൽ കയറ്റരുത് ശാരദേ. അവന്റെ കണ്ണിൽ സ്നേഹമല്ല, ആർത്തിയാണ്. അവൻ നിന്നെയും ചതിക്കും. ആ വാക്കുകൾ ഒരു മുന്നറിയിപ്പായി മനസ്സിൽ മുഴങ്ങിയെങ്കിലും ബിനുവിന്റെ സ്നേഹപ്രകടനങ്ങൾക്ക് മുന്നിൽ അവരുടെ പ്രതിരോധം ദുർബലമായി. എനിക്ക് ഈ ലോകത്ത് വല്യമ്മയല്ലാതെ വേറെ ആരാ ഉള്ളത്? സ്വന്തം മക്കൾക്ക് പോലും കാണിക്കാൻ പറ്റാത്ത സ്നേഹം എനിക്ക് വല്യമ്മയോടുണ്ട്. അവൻ കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആ അമ്മ മനസ്സ് അലിഞ്ഞു. മക്കൾ പോലും കാണിക്കാത്ത ഈ സ്നേഹം ഞാനെന്തിനു വരണ്ടുവെക്കണമെന്ന് അവരുടെ മനസ്സു മന്ത്രിച്ചു. അവന്റെ കണ്ണുകളിലെ ആർത്തിയുടെ കണലുകൾ തിരിച്ചറിയാൻ
ആ അമ്മ മനസ്സിന് കഴിഞ്ഞില്ല. സ്നേഹത്തിനു വേണ്ടി ദാഹിച്ചിരുന്ന ആ ഹൃദയം അവന്റെ കപടവാക്കുകളിൽ വിശ്വസിച്ചു. വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ തുടക്കമാണ് ആ തീരുമാനമെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. കെണിമണക്കുന്ന ആ സ്നേഹത്തിനു മുന്നിൽ അവർ വീണ്ടും തോറ്റുകൊടുക്കുകയായിരുന്നു. തിങ്കളാഴ്ചയുടെ പുലരി കല്ലടിക്കോട്ട് ഗ്രാമത്തിൽ പതിവുപോലെ ശാന്തമായി പെയ്തിറങ്ങി. ചായക്കടയിൽ നിന്ന് സുകുമാരൻ ചേട്ടന്റെ റേഡിയോയിൽ നിന്നൊഴുകുന്ന ലളിതഗാനത്തിന്റെ നേർത്ത ശീലങ്ങൾക്കൊപ്പം ഗോപൻ തന്റെ പഴയ സൈക്കിളിൽ പാൽപാക്കറ്റുകളുമായി യാത്ര തുടർന്നു. ഓരോ വീടിന്റെ പടിയിലും അവന്റെ സൈക്കിൾ നിന്നു, ബെല്ലടിച്ചു, പാൽപാക്കറ്റ് വെച്ചു, യാത്ര തുടർന്നു. അതൊരു താളം പോലെ വർഷങ്ങളായി അവന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. കല്ലടിക്കോട്ട് തറവാടിന്റെ വലിയ പടിപ്പുരയ്ക്ക് മുന്നിൽ സൈക്കിൾ നിർത്തുമ്പോൾ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരിയുണ്ടായിരുന്നു. ശാരദാമ്മയുടെ ദിവസത്തിന്റെ തുടക്കം എന്റെ ഈ ബെല്ലടി കേട്ടുകൊണ്ടാണ്. അവൻ പടിയിലെ കല്ലിൽ പാൽപാക്കറ്റ് വെച്ച പതിവ് പോലെ ബെല്ലടിച്ചു. ടിങ് ടിങ്. പക്ഷേ അകത്തുനിന്ന് പതിവ് പ്രതികരണമുണ്ടായില്ല. വാതിൽ തുറക്കുന്ന ശബ്ദമോ ആരാ ഗോപനോ എന്ന സ്നേഹം നിറഞ്ഞ ചോദ്യമോ കേട്ടില്ല. സാധാരണ ഈ സമയത്ത് പത്രം വായിക്കാനോ പാലു വാങ്ങാനോ അവർ വാതിൽക്കൽ തന്നെ ഉണ്ടാകും. അമ്മ കുളിക്കുകയാവും, അല്ലെങ്കിൽ ജപത്തിലാവും എന്നവൻ സ്വയം സമാധാനിച്ചു. കുറച്ചുനേരം കൂടി കാത്തിരുന്നെങ്കിലും അനക്കമൊന്നും കേട്ടില്ലാത്തപ്പോൾ അവൻ യാത്ര തുടർന്നു. എങ്കിലും മനസ്സിന്റെ കോണിലൊരു കല്ലുകടി ബാക്കി നിന്നു. ചൊവ്വാഴ്ച രാവിലെ അവൻ എത്തിയപ്പോൾ നെഞ്ചൊന്ന് കാളി. തലേന്ന് വെച്ച പാൽപാക്കറ്റ് അതേപടി പടിയിലിരിപ്പുണ്ട്. വേലേറ്റ് ചെറുതായി വീർത്ത് ഉറുമ്പുകൾ അതിനു ചുറ്റുമൊരു പാത തീർത്തിരുന്നു. ശാരദാമ്മയുടെ പതിവുകൾ ഒരിക്കലും ഒരൊറ്റ ദിവസം പോലും തെറ്റാറില്ല. പനി പിടിച്ചു കിടന്നാൽ പോലും അവർ വാതിൽ തുറന്ന് വിവരം പറയുമായിരുന്നു. അവന്റെ തൊണ്ട വരട്ടി സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ച് അവൻ പടിപ്പുര കടന്ന് അകത്തേക്ക് നടന്നു. മുറ്റത്ത് വീണുകിടക്കുന്ന വാടാമല്ലിപ്പൂക്കൾ ആരും അടിച്ചു വാരിയിട്ടില്ല. തുളസിത്തറയിലെ വിളക്ക് ഇന്നലെ തെളിച്ചതിന്റെ അടയാളമില്ല. അവന്റെ ഹൃദയമിടിപ്പ് ഉയർന്നു. അമ്മേ, ശാരദാമ്മേ! അവൻ ഉറക്കെ വിളിച്ചു. പ്രതികരണമില്ല. തട്ടി വിളിച്ചാൽ കേൾക്കാവുന്ന ദൂരത്തിൽ അയൽവീടുകളുണ്ട്. പക്ഷെ ഈ തറവാടിന്റെ ഉയർന്ന മതിൽക്കെട്ടിനുള്ളിൽ ഒരു ലോകം ഒറ്റപ്പെട്ടു കിടന്നു. അവൻ ചെന്ന് വാതിലിൽ ശക്തിയായി തട്ടി. ഉള്ളിൽ കനത്ത നിശബ്ദത മാത്രമുണ്ടായിരുന്നു. മരണത്തിന്റെ ഗന്ധമുള്ള ഒരുതരം നിശബ്ദത. ആ നിശബ്ദതയ്ക്കൊരു ഭീകരതയുണ്ടെന്ന് അവന് തോന്നി. അവന്റെ മനസ്സിൽ ഭയം കറുത്തൊരു മേഘം പോലെ ഉരുണ്ടുകൂടി. ഇനിയൊന്നും ശരിയാവാനില്ലെന്ന് അവന്റെ ഉൾമനസ്സ് മന്ത്രിച്ചു. ഗോപൻ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ വെട്ടിത്തിരിഞ്ഞ് സൈക്കിളിനടുത്തേക്ക് ഓടി. ഓരോ ചവിട്ടിലും അവന്റെ നെഞ്ചിടിപ്പ് പെരുകി. സുകുമാരൻ ചേട്ടന്റെ ചായക്കടയിലേക്ക് അവൻ കിതച്ചെത്തി. സൈക്കിൾ വലിച്ചെറിഞ്ഞ് കടയിലേക്ക് കയറുമ്പോൾ അവന്റെ പരിഭ്രമം കണ്ട് അവിടെയുണ്ടായിരുന്നവർ ഒന്ന് അമ്പരന്നു. എന്താകാ ഗോപ, കിതയ്ക്കുന്നല്ലോ? സുകുമാരൻ ചേട്ടൻ ചായ അടിച്ചുകൊണ്ടിരുന്നത് നിർത്തി ചോദിച്ചു. ശാരദാമ്മ, വാതിൽ തുറക്കുന്നില്ല. ഇന്നലത്തെ പാല് അവിടെ തന്നെയുണ്ട്. അവൻ വാക്കുകൾക്കായി പരതി. വിവരമറിഞ്ഞപ്പോൾ സുകുമാരൻ ചേട്ടന്റെ മുഖത്തും ആധി നിഴലിച്ചു. ദൈവമേ, അവർക്ക് വേറെ അസുഖമൊന്നും? അദ്ദേഹം വാക്കുകൾ പാതിയിൽ നിർത്തി. നമുക്ക് അയൽക്കാരെ കൂടി വിളിക്കാം. ഒറ്റയ്ക്ക് കയറുന്നത് ശരിയല്ല, അദ്ദേഹം ഉത്തരവാദിത്തത്തോടെ പറഞ്ഞു. അവർ അയൽപ്പക്കത്തെ രാഘവൻ നായരെയും സുഗുണനെയും വിളിച്ചു. 4 പേരും പരിഭ്രാന്തരായി തറവാട്ടിലേക്ക് നടക്കുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ പ്രാർത്ഥനയായിരുന്നു. വീണ്ടും അവർ വാതിലിൽ ശക്തിയായി മുട്ടിവിളിച്ചു. അകത്ത് ശ്വാസം പോലും നിലച്ചതുപോലുള്ള നിശബ്ദത. വാതിൽ പൊളിക്കുകയേ വഴിയുള്ളൂ, രാഘവൻ നായർ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. 4 പേരും ചേർന്ന് തോളുകൊണ്ട് വാതിലിൽ ആഞ്ഞിടിച്ചു. കാലപ്പഴക്കത്തിൽ ദ്രവിച്ചു തുടങ്ങിയെങ്കിലും നൂറ്റാണ്ടിന്റെ ഓർമ്മകൾ പേർന്ന ആ തേക്കുവാതിൽ അത്ര പെട്ടെന്ന് വഴങ്ങിയില്ല. വീണ്ടും വീണ്ടും ആഞ്ഞിടിച്ചപ്പോൾ ഒരു ഞരക്കത്തോടെ ഉള്ളിലെ സാക്ഷ തകർന്നതും മലർക്കെ തുറന്നു. അകത്തേക്ക് കടന്ന അവരുടെ കണ്ണുകൾ ആദ്യം ഇരുട്ടിനോട് പൊരുത്തപ്പെടാൻ സമയമെടുത്തു. പിന്നെ കണ്ട കാഴ്ച അത് ഹൃദയം നുറുക്കുന്നതായിരുന്നു. സ്വീകരണമുറിയിലെ സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നു. ചില്ലലമാരയുടെ ഒരു പാളി പൊട്ടി നിലത്ത് ചിതറിക്കിടക്കുന്നു. ആ കാഴ്ചയുടെ ഭീകരതയിൽ നിന്നവർ മുറിയിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ കട്ടിലിനരികിലായി നിലത്ത് ശാരദാമ്മയുടെ ചലനമറ്റ ശരീരം. സാരിയുടെ തുമ്പ് കഴുത്തിൽ കുരിഞ്ഞു മുറുകി നിർവികാരമായ കണ്ണുകൾ പുറത്തേക്ക് തള്ളി ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുന്നു. മുറിയിലെ അലമാര തുറന്നു കിടക്കുന്നു. വസ്ത്രങ്ങളും പെട്ടികളും വലിച്ചുവാരിയിട്ടിരിക്കുന്നു. അയ്യോ, എന്റെ അമ്മേ എന്ന ഗോപന്റെ നിലവിളി ആ തറവാടിന്റെ നിശബ്ദതയെ ഭേദിച്ച് പുറത്തേക്ക് വളർന്നു. അത് കേവലമൊരു നിലവിളിയായിരുന്നില്ല, ആ ഗ്രാമത്തിന്റെ ആകെ കൂട്ടക്കരച്ചിലിന്റെ തുടക്കമായിരുന്നു. സൈറൻ മുഴക്കി പോലീസ് ജീപ്പ് കല്ലടിക്കോട്ട് തറവാടിന്റെ തുരുമ്പിച്ച ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് ഇരച്ചെത്തി. വാർത്തയറിഞ്ഞ് ഓടിക്കൂടിയ ഗ്രാമീണരുടെ അടക്കിപ്പിടിച്ച സംസാരങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു. ഇൻസ്പെക്ടർ രാജൻ ജീപ്പിൽ നിന്നിറങ്ങി. ജനക്കൂട്ടം അദ്ദേഹത്തിന് വഴിയൊരുക്കി. വീടിന്റെ ഉമ്മറത്ത് അയൽവാസിയായ ഗോപൻ വിളറിവെളുത്ത മുഖവുമായി നിൽപ്പുണ്ടായിരുന്നു. സാറേ,
ഞാൻ രാവിലെ പാല് കൊണ്ടുവന്നപ്പോഴാ. ഗോപന്റെ വാക്കുകൾ മുറിഞ്ഞു. രാജൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് നടന്നു. തണുത്തുറഞ്ഞ നിശബ്ദത ഉള്ളിൽ തങ്ങി നിന്നിരുന്നു. ഹാളിലെ കാഴ്ച അദ്ദേഹത്തിന്റെ അനുഭവപരിചയമുള്ള കണ്ണുകളിൽ പലതും വ്യക്തമാക്കി. കട്ടിലിൽ നിശ്ചലമായി കിടക്കുന്ന ശാരദാമ്മയുടെ ശരീരം, വലിച്ചുവാരിയിട്ട സാധനങ്ങൾ, തുറന്നുകിടക്കുന്ന അലമാര. ഒറ്റ നോട്ടത്തിൽ ഇതൊരു കവർച്ചയ്ക്കിടെ നടന്ന കൊലപാതകമാണെന്ന് ആരും കരുതും. എന്നാൽ ഇൻസ്പെക്ടർ രാജന്റെ കണ്ണുകൾ അവിടുത്തെ കൃത്രിമത്വം തിരിച്ചറിഞ്ഞു. അലമാര തുറന്നിട്ടുണ്ടെങ്കിലും വിലപിടിപ്പുള്ള ഓട്ടുപാത്രങ്ങളോ മറ്റു പുരാവസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു കൊലപാതകം മറച്ചുവെക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു കവർച്ച നാടകം. അധികം വൈകാതെ ഫോറൻസിക് സംഘവും പോലീസ് ഫോട്ടോഗ്രാഫറും എത്തി. വീടിന്റെ ഓരോ മുക്കും മൂലയും അവർ ക്യാമറയിൽ പകർത്തി വിരലടയാളങ്ങൾക്കായി പരതി. ഇൻസ്പെക്ടർ രാജൻ അയൽവാസികളിൽ നിന്നും ഗോപനിൽ നിന്നും മൊഴിയെടുത്തു. അവസാനമായി എപ്പോഴാണ് നിങ്ങളിവിടെ ശാരദാമ്മയെ കാണുന്നത്? ഞായറാഴ്ച സന്ധ്യയ്ക്ക് ഉമ്മറത്തെ തിണ്ണയിൽ വിളക്ക് വയ്ക്കുന്നത് കണ്ടിരുന്നു. പതിവുള്ളതാണ്. പിന്നെ പുറത്തേക്ക് കണ്ടില്ല. ഒരയൽവാസി ഓർത്തു പറഞ്ഞു. അവർ അധികം ആരോടും സംസാരിക്കാറില്ല. എന്നാലും ഒരു ചിരി എപ്പോഴും ആ മുഖത്തുണ്ടാകും. ഗ്രാമം മുഴുവൻ ആ വാർത്ത ഒരു തീ പോലെ പടർന്നു. ഭയവും ദുഃഖവും ഓരോ മുഖത്തും നിഴലിച്ചു. ആർക്കാണ് ആ പാവം അമ്മയോടെ ഇത്രയും ക്രൂരത കാണിക്കാൻ കഴിഞ്ഞത്? എന്തിനുവേണ്ടി? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഗ്രാമത്തിന്റെ ആകെ ഉറക്കം കെടുത്തി. തെളിവെടുപ്പ് പുരോഗമിക്കുകയായിരുന്നു. പരിചയം സമ്പന്നനായ ഒരു ഹെഡ് കോൺസ്റ്റബിൾ മുറിയിലെ കട്ടിലിനടിയിലേക്ക് ടോർച്ചടിച്ചു നോക്കി. പൊടി പിടിച്ചു കിടക്കുന്ന തറയിൽ അസാധാരണമായ ഒരു വെളുത്ത വസ്തു തിളങ്ങി. അദ്ദേഹം അതെടുത്തു. ചുരുട്ടിപ്പിടിച്ച ഒരു ചെറിയ കടലാസ് തുണ്ടായിരുന്നു അത്. കൊലയാളി ഒരു തെളിവും അവശേഷിപ്പിക്കില്ലെന്നും ഉറപ്പാക്കി മടങ്ങിയപ്പോൾ വിധി ഒരുപക്ഷെ ആ അമ്മയുടെ അവസാനത്തെ നിലവിളിക്ക് കാതോർത്തിരിക്കാം. കോൺസ്റ്റബിൾ ആ കടലാസ് ഇൻസ്പെക്ടർക്ക് കൈമാറി. രാജൻ ഗ്ലൗസ് ഇട്ട കൈകൾ കൊണ്ട് അത് വളരെ ശ്രദ്ധയോടെ നിവർത്തി. പഴയൊരു കലണ്ടറിൽ നിന്ന് കീറിയെടുത്ത ഒരു തുണ്ടായിരുന്നു അത്. അതിൽ വിറയാർന്ന കൈയക്ഷരത്തിൽ മരണത്തോടുള്ള അവസാനത്തെ പിടച്ചിലിൽ കോറിയിട്ട ഒരേ ഒരു പേര്, 3 അക്ഷരം: ബിനു. ആ പേര് ഇൻസ്പെക്ടറുടെ നെറ്റി ചുളിഞ്ഞു. ഇത്രയും നേരം ചിതറിക്കിടന്ന സംശയങ്ങൾ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. ആരാണീ ബിനു? അദ്ദേഹം ഉറക്കെ ചോദിച്ചു. അതുവരെ ശാന്തനായി നിന്ന സുകുമാരൻ ചേട്ടൻ മുന്നോട്ട് വന്നു. സാറേ, അത് ശാരദാമ്മയുടെ അനിയത്തിയുടെ മകനാണ്. ഇടയ്ക്കിവിടെ വരാറുണ്ട്. വലിയ സ്നേഹമായിരുന്നു അമ്മയ്ക്ക് അവനോട്. ആ വാക്കുകൾ കേട്ടപ്പോൾ ഇൻസ്പെക്ടറുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്ത് ആഴത്തിൽ വേരോടുപ്പിച്ചു. സ്നേഹം ചിലപ്പോൾ ഏറ്റവും വലിയ ചതിക്കുഴിയാകാമെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. മരണവാർത്തയറിഞ്ഞ് മകൻ മോഹനും മകൾ ലക്ഷ്മിയും ദുബായിൽ നിന്നും നാട്ടിൽ നിന്നും പിറ്റേന്ന് തന്നെ പാഞ്ഞെത്തി. എയർപോർട്ടിൽ നിന്ന് നേരെ തറവാട്ടിലേക്കാണ് അവർ വന്നത്. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ അമ്മയുടെ ചേതനയറ്റ ശരീരം കണ്ട് അവർ അലറിക്കരഞ്ഞു. അവരുടെ നിലവിളി ആകാശത്തേക്കുയർന്നു. കണ്ടുനിന്നവരുടെയെല്ലാം കണ്ണുകളെ ഈറനണിയിച്ചു. എന്നാൽ ആ ദുഃഖപ്രകടനത്തിനു മുകളിൽ കുറ്റബോധത്തിന്റെ കനത്ത നിഴൽ വീണിരുന്നു. ജീവിച്ചിരുന്നപ്പോൾ ഒരു ഫോൺ കോളിലൂടെ പോലും സ്നേഹം നൽകാൻ മറന്നുപോയതോർത്ത് അവരുടെ ഉള്ളു നീറിപ്പുകഞ്ഞു. ചുറ്റുമുള്ളവരുടെ സഹതാപം നിറഞ്ഞ നോട്ടങ്ങൾ അവർക്ക് സഹിക്കാനായില്ല. ആ നോട്ടങ്ങളിൽ നിങ്ങൾ കൂടെയുണ്ടായിരുന്നെങ്കിൽ, ഇടയ്ക്കൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നൊരു നിശബ്ദമായ കുറ്റപ്പെടുത്തൽ ഒളിഞ്ഞിരുന്നു. 1000 പേർക്ക് നടുവിൽ നിൽക്കുമ്പോഴും അവർ ഒറ്റയ്ക്കായിരുന്നു. ശവമഞ്ചത്തിൽ കിടക്കുന്ന അമ്മയെപ്പോലെ തന്നെ. കിട്ടിയ ഒരേയൊരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബിനുവിനെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ അവൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. യാതൊരു ഭാവമാറ്റവുമില്ലാതെ അവൻ ഇൻസ്പെക്ടറുടെ ചോദ്യങ്ങളെ നേരിട്ടു. ഞാൻ വല്യമ്മയെ കാണാൻ പോയിരുന്നു, ശരിയാണ്. കുറച്ചു പൈസ ആവശ്യമുണ്ടായിരുന്നു. ഞായറാഴ്ച ഉച്ചയോടെ ഞാൻ അവിടെ നിന്നിറങ്ങി. എനിക്കൊന്നും അറിയില്ല, അവൻ തറപ്പിച്ചു പറഞ്ഞു. ഇൻസ്പെക്ടർ രാജൻ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റു. മേശവലിപ്പിൽ നിന്നൊരു പ്ലാസ്റ്റിക് കവർ പുറത്തെടുത്തു. അതിനുള്ളിലെ ചുരുട്ടിയ കടലാസുതുണ്ട് അദ്ദേഹം ബിനുവിന്റെ മുന്നിലേക്കിട്ടു. മരിക്കുന്നതിനു മുൻപ് അവർ അവസാനമായി ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിച്ച പേരാണിത്. ഒരുപക്ഷെ ഏറ്റവും സ്നേഹിച്ച ഒരാളുടെ പേര്. ആ കടലാസ് കണ്ടതും ബിനുവിന്റെ മുഖത്തെ ധൈര്യം ചോർന്നുപോയി. അവന്റെ കണ്ണുകൾ ഭയത്താൽ വിറച്ചു, മുഖം വിളറി വെളുത്തു. ഇൻസ്പെക്ടറുടെ സമർത്ഥമായ ചോദ്യങ്ങൾക്കും ആ ഒരു ഒറ്റ തെളിവിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവനായില്ല. അവന്റെ ധൈര്യത്തിന്റെ കോട്ട തകർന്നു വീണു. മേശയിൽ മുഖം പൊത്തി അവനൊരു കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞു. ആ കണ്ണുനീരിലൂടെ ഒരു കറുത്ത രാത്രിയുടെ സത്യം പുറത്തേക്കൊഴുകി. ബിനുവിന്റെ കുറ്റസമ്മതം ഒരു ഞെട്ടലോടെയാണ് സ്റ്റേഷനിലുള്ളവർ പോലും കേട്ടത്. എനിക്ക് പണം അത്യാവശ്യമായിരുന്നു. ഓൺലൈൻ റമ്മി കളിച്ച് ഒരുപാട് കടം കയറിയിരുന്നു. ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല. വല്യമ്മയുടെ അലമാരയിൽ സ്വർണവും പണവും ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു, അവൻ പറഞ്ഞു തുടങ്ങി. ഞായറാഴ്ച രാത്രി അവൻ വീണ്ടും തറവാട്ടിലെത്തി. പണം ആവശ്യപ്പെട്ടപ്പോൾ ശാരദാമ്മ നൽകിയില്ല. മുൻപ് പലതവണ കൊടുത്ത പണത്തിന് അവർ കണക്ക് ചോദിച്ചു. അതോടെ അവരുടെ സംസാരം വഴക്കിലേക്കെത്തി. ഇനി നിനക്ക് ചതിക്കുഴികളിൽ കൊണ്ടുപോയി കളയാൻ എന്റെ കയ്യിൽ 1 രൂപ പോലുമില്ല. നിന്നെ വിശ്വസിച്ചത് എന്റെ തെറ്റാണ്, അവർ തീർത്തു പറഞ്ഞു.
അതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബിനു അവരെ തള്ളി കട്ടിലിലിട്ടു. അലമാരയുടെ താക്കോലിനായി പിടിവലി നടക്കുന്നതിനിടയിൽ ശാരദാമ്മ കട്ടിലിനരികിലെ മേശയിൽ കിടന്നൊരു പേനയും കലണ്ടറിന്റെ കീറിയ തുണ്ടും കയ്യിലെടുത്തു. അവന്റെ പേരെഴുതാൻ ശ്രമിക്കുന്നത് കണ്ടതോടെ ബിനുവിന് ഭ്രാന്ത് പിടിച്ചു. മറ്റൊന്നും ആലോചിക്കാതെ അവരുടെ കഴുത്തിൽ കിടന്ന സാരിത്തുമ്പ് അവൻ മുറുക്കി. ശ്വാസത്തിനായി പിടയുന്നതിനിടയിലും ആ അമ്മയുടെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് താൻ സ്വന്തം മകനെപ്പോലെ സ്നേഹിച്ചവൻ ചതിച്ചതിലുള്ള വേദനയും നിസ്സഹായതയുമായിരുന്നു. മരിക്കുന്നതിന് തൊട്ടുമുൻപ് ഞെരുങ്ങിയ വിരലുകൾക്കിടയിൽ ആ കടലാസത്തുണ്ട് അവർ മുറുകെ പിടിച്ചു. ആ രംഗത്തിന്റെ ക്രൂരതയും ഭീകരതയും കേട്ടവരുടെ എല്ലാം മനസ്സിൽ മായാത്ത ഒരു മുറിപ്പാടുണ്ടാക്കി. ശാരദാമ്മയുടെ അന്ത്യകർമ്മങ്ങൾക്കായി ഗ്രാമം ഒന്നടങ്കം ആ വീട്ടുമുറ്റത്ത് ഒത്തുകൂടി. ചിതയ്ക്ക് തീ കൊളുത്തുമ്പോൾ മകൻ മോഹൻ അലറിക്കരഞ്ഞു. എന്നാൽ ആ കണ്ണുനീരിന് പുറംമൂടിയുടെ ചുവയുണ്ടായിരുന്നു. അതിനേക്കാൾ ആത്മാർത്ഥത ഒരുതരം മരവിച്ച അവസ്ഥയിൽ മാറി നിൽക്കുകയായിരുന്ന ഗോപന്റെയും രാമുവിന്റെയും സുകുമാരൻ ചേട്ടന്റെയും കണ്ണുകളിൽ നിന്ന് അടർന്നു വീണ നിശബ്ദമായ തുള്ളികൾക്കുണ്ടായിരുന്നു. അവർക്ക് നഷ്ടപ്പെട്ടതൊരു ബന്ധുവെയല്ല, ദിവസവും ഒരു പുഞ്ചിരി കൊണ്ടും വാത്സല്യം കൊണ്ടും തങ്ങളെ സ്വന്തമെന്ന് ഓർമ്മിപ്പിച്ച ഒരമ്മയെ തന്നെയായിരുന്നു. ആ വീടിന്റെ ഐശ്വര്യവും വെളിച്ചവുമായിരുന്നു അവർക്ക് ശാരദാമ്മ. എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് മോഹനും ലക്ഷ്മിയും ആ തറവാട്ടിൽ തനിച്ചായി. നാളുകൾക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിനിടയിൽ വീട് വൃത്തിയാക്കുമ്പോൾ അമ്മയുടെ പഴയൊരു ഡയറി അവർക്ക് കിട്ടി. പൊടി പിടിച്ച് അതിന്റെ താളുകൾ അവർ മറിച്ചു. അതിൽ നിറയെ തങ്ങളുടെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളും തങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുമായിരുന്നു. ഇന്ന് മോഹൻ വിളിച്ചിരുന്നോ? അവന് വലിയ തിരക്കാണെന്ന് പറഞ്ഞു. സാരമില്ല, എന്റെ കുട്ടിക്ക് സുഖമായിരുന്നാൽ മതി. ലക്ഷ്മിയുടെ പിറന്നാളാണെന്ന് അവൾക്കിഷ്ടപ്പെട്ട അടപ്രഥമൻ ഞാൻ വെച്ചു. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചു. എന്റെ മോൾ ലോകത്തിന്റെ എവിടെയായിരുന്നാലും സന്തോഷമായിരിക്കണേന്ന് പ്രാർത്ഥിച്ചു. ഓരോ വരികളും ഒരു തീക്കനൽ പോലെ അവരുടെ നെഞ്ചിൽ വീണു. വൈകിപ്പോയ ഒരു തിരിച്ചറിവിൽ അവർ സ്വയം ശപിച്ചു. സ്നേഹം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതെ മരണശേഷം വിലപിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആ വലിയ തറവാട് അതിന്റെ തൂണുകളും ചുമരുകളും കൊണ്ട് അവരെ നോക്കി പരിഹസിക്കുന്നതായി തോന്നി. അമ്മയുടെ ഓർമ്മകൾ ഒരു പ്രേതത്തെപ്പോലെ ആ വീടിന്റെ ഓരോ കോണിലും അവരെ വേട്ടയാടുകയായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. കല്ലടിക്കോട്ട് തറവാട് ആരുമില്ലാതെ പൂട്ടിക്കിടന്നു. അതിന്റെ ഗേറ്റിൽ കാറ്റിലാടുന്ന തുരുമ്പിച്ച ഒരു ബോർഡ് തൂങ്ങിക്കിടന്നു, വിൽപ്പനയ്ക്ക്. ദിവസവും രാവിലെ ആ വഴി പോകുമ്പോൾ പാൽക്കാരൻ ഗോപൻ ഒരു നിമിഷം അവിടെ നോക്കി നിൽക്കും. അവന്റെ മനസ്സിൽ ഗേറ്റ് തുറന്ന് പുഞ്ചിരിയോടെ പാൽപാത്രവുമായി നിൽക്കുന്ന ശാരദാമ്മയുടെ രൂപം തെളിയും. രക്തബന്ധങ്ങളെക്കാൾ വലുതാണ് ചിലപ്പോൾ സ്നേഹബന്ധങ്ങളെന്ന ആ ഗ്രാമത്തെ പഠിപ്പിച്ച ഒരു നിശബ്ദ സ്മാരകമായി ആ തറവാട് അവിടെ നിലകൊണ്ടു. ഓർമ്മകളിൽ മാത്രം ജീവിക്കുന്ന ഒരമ്മയുടെയും ആ ഓർമ്മകളെ ജീവനോടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കുറച്ച് നല്ല മനുഷ്യരുടെയും കഥ ബാക്കിയായി, കാലം മായിക്കാതെ, ഓർമ്മകൾ മരിക്കാതെയും.